റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം പൊന്നാനിയിൽ നിന്നുമാണ് പ്രേക്ഷകർക്കൊപ്പം ഈ സായാഹ്നത്തിൽ എത്തുന്നത്. സാംസ്കാരിക രാഷ്ട്രീയ ഭൂമികയായ പൊന്നാനിയിൽ നിന്നുകൊണ്ട് ഏറെ ചെറുത്തുനിൽപ്പുകൾക്ക് പേരുകേട്ട, ഏറെ വിശ്വാസങ്ങൾക്കും മതമൈത്രിക്കും പേരുകേട്ട പൊന്നാനിയിൽ നിന്നുകൊണ്ടാണ് ഈ രാഷ്ട്രീയം നമ്മൾ സംസാരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി ആർക്കൊപ്പമാവും? പൊന്നാനിയിൽ നിന്ന് തൊപ്പിയിട്ടു പോകുന്നതാര്? പൊന്നാനിയിൽ നിന്ന് കിരീടം വെച്ചു പോകുന്നതാര്? അത് സാക്ഷാൽ അബ്ദുൾ സമദ് സമദാനിയോ അതല്ല KS ഹംസയോ ഇനി BJPയുടെ പ്രതിനിധിയോ? പോരാട്ടം എങ്ങനെയാണ് പൊന്നാനിയുടെ മണ്ണിൽ? നമുക്ക് നോക്കാം പൊന്നാനിയുടെ രാഷ്ട്രീയ മനസ്സിലെന്ത്. ഈ മഹാഭാരത യുദ്ധത്തിൽ പൊന്നാനിയുടെ കുരുക്ഷേത്രം നമ്മളോട് പറയുന്നതെന്ന് കേൾക്കൂ. പൊന്നാനിയിൽ നിന്നും തത്സമയം റിപ്പോർട്ടർ കുരുക്ഷേത്രം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അതിഥികളായി നമുക്കൊപ്പം CPM പ്രതിനിധി അഫ്സൽ, കോൺഗ്രസ് പ്രതിനിധിയും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹിയും ആയ ഹാരിസ് മുത്തൂർ, ഒപ്പം BJPയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് എന്നിവർ, ഒപ്പം LDFിലും UDFിലും BJPയിലും പെട്ട പ്രവർത്തകരും നമുക്കൊപ്പം പൊന്നാനിയിൽ നിന്ന് പ്രേക്ഷകർക്കൊപ്പം അണിചേരുന്നു. ഒപ്പം ഈ മൂന്ന് പാർട്ടികളോടും വ്യത്യസ്തങ്ങളായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന പൊന്നാനിയിലെ പൊതുജനവും. ആദ്യം അഫ്സലിൽ നിന്ന് തുടങ്ങാം. അഫ്സൽ, ഈ മണ്ഡലം പൊന്നാനി പാലക്കാട് ജില്ലയുടെ ഭാഗമായതിനു ശേഷം ആദ്യഘട്ടത്തിൽ 3 തവണ വിജയിച്ചു കയറിയതൊഴിച്ചാൽ ഇടത് തൊട്ടിട്ടില്ല, നിലം തൊട്ടിട്ടില്ല ഈ മണ്ണിൽ നിന്ന്. UDFിന്റെ കോട്ടയാണ് പൊന്നാനി. ആ UDFിന്റെ കോട്ടയിലേക്ക് വരുന്നതാവട്ടെ അബ്ദുൾ സമദ് സമദാനിയും. മറുഭാഗത്ത് നിൽക്കുന്നത് ഇതാ ചിഹ്നത്തിൽ മത്സരിക്കാൻ പോകുന്നു KS ഹംസ. ഒരു വർഷം മുമ്പ് വരെ പിണറായി വിജയനെ പഴിച്ച, LDFിനെ പഴിച്ച അതേ KS ഹംസ. എന്താണ് സാധ്യത? ഇത്രയും കാലം UDFിൻ്റെ പ്രതിനിധിയാണ്, ലീഗിൻ്റെ നേതാക്കന്മാരാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പാർലമെൻറ്റിൽ എത്തിയതെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ നിന്ന് ജയിച്ചു പോയ UDFിൻ്റെ മുസ്ലിം ലീഗിൻ്റെ MP എന്ന നിലക്ക് പാർലമെൻറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തോ? പാർലമെൻറ്റിൽ ചെയ്യേണ്ട അപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പദ്ധതികൾ ഈ മണ്ഡലത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അവർക്ക് സാധിച്ചോ? 94% അറ്റൻഡൻസ് ഉണ്ടായിരുന്നു ET മുഹമ്മദ് ബഷീറിന്. 95. ഞാൻ ഇന്നലത്തെ ചാനൽ ചർച്ചയിലും കണ്ടു ഈ അറ്റൻഡൻസിൻ്റെ കാര്യം പറയുന്നത്. ഈ അറ്റൻഡൻസ് 95 ആയതുകൊണ്ട് ET മുഹമ്മദ് ബഷീർ പൊന്നാനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള കാര്യം പൂർണ്ണമാവുമോ? ചോദ്യത്തിന് പൂർണ്ണമാവുമോ? ഒറ്റ കാര്യം, ഈ നിൽക്കുന്ന ഇവിടെ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ടല്ലോ. ഈ നിൽക്കുന്ന ആളുകൾ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ. MP എന്ന നിലക്ക് ET മുഹമ്മദ് ബഷീറിന് എന്ത് സേവനം ലഭിച്ചിട്ടുണ്ട്? ഒരൊറ്റ കാര്യം, ET മുഹമ്മദ് ബഷീർ ഒരു വർഷം 10 കോടിയോളം രൂപ 2 വർഷം അത് PM KS ഫണ്ടിലേക്ക് കൊണ്ടുപോയി, ബാക്കി 3 വർഷം കൃത്യമായി ഉപയോഗിക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. എത്ര കോടി രൂപ ഈ മണ്ഡലത്തിൽ ഇവിടുത്തെ MPക്ക് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞു? ഇനി ഇങ്ങോട്ട് വരുന്ന ഒരാളുണ്ടല്ലോ, ഇപ്പോൾ ഒരു കോമഡി ലീഗിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ നമ്മൾ വാട്സപ്പിൽ കണ്ട കാര്യം, പുത്തൂർ ബൈപ്പാസിൻ്റെ അപ്പുറത്തുള്ള ബോർഡ് ഇപ്പുറത്തേക്കും ഇപ്പുറത്തുള്ള ബോർഡ് ഇങ്ങോട്ടും വെച്ചപ്പോൾ മലപ്പുറം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും പൊന്നാനി മണ്ഡലം സ്ഥാനാർത്ഥിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഇതാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ. അവിടുന്ന് പായിച്ചു വിട്ടതാണ് ജനങ്ങൾ. സമദാനിക്ക് മലപ്പുറം മണ്ഡലത്തിലേക്ക് പോയി വോട്ട് ചോദിക്കാൻ വേണ്ടി കഴിയില്ല, ETക്ക് പൊന്നാനി മണ്ഡലത്തിൽ വോട്ട് ചോദിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ പരസ്പരം മാറ്റി അൾട്ടാ പുൾട്ട. ഇതാണ് പരിപാടി. ഈ പരിപാടി ഇന്നത്തോടുകൂടി, ഈ തെരഞ്ഞെടുപ്പോടുകൂടി പൊന്നാനിയിലെ ജനങ്ങൾ അവസാനിപ്പിക്കും. സമുദായത്തിന്റെ പേര് പറഞ്ഞ് ഈ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി അനുവദിക്കില്ല. ശരി, വളരെ ക്ലിയർ ആണ്. ആദ്യത്തെ മെസ്സേജ് നോക്കൂ. ഹാരിസ് മുത്തൂർ, ഇവിടെ നിന്നും ഒരു സ്ഥാനാർത്ഥി അങ്ങോട്ട് പോകുന്നു. എന്താണ് ET മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ നിന്ന് മത്സരിച്ചാലുള്ള കുഴപ്പം? ഈ വണ്ടിയുടെ മുൻപിലത്തെ വീലെടുത്ത് പുറവിലിടുക, പുറവിലത്തെ വീലെടുത്ത് മുമ്പിലിടുക, അതിനും അപ്പുറത്തേക്ക് ആ വണ്ടിക്കൊരു സ്റ്റെപ്പിനെങ്കിലും വെച്ചൂടെ എന്നുള്ളതാണ് ചോദ്യം. പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നമുക്കറിയാം പൊന്നാനിയിലാണെങ്കിലും മലപ്പുറത്താണെങ്കിലും അത് കാലാകാലമായി പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്ന ലീഗിൻ്റെ 2 നേതാക്കന്മാരാണ് മാറിയാലും അറിഞ്ഞാലും മത്സരിക്കുന്നത്. അത് അൾട്ടയായാലും പുൾട്ടയായാലും. CPMനെ പോലെ ഇന്നലെ വരെ കോണി ചിഹ്നത്തിൽ പ്രയത്നിച്ച, മിനിയാന്ന് വരെ മുഖ്യമന്ത്രി പിണറായി വിജയനെ തെറി പറഞ്ഞ ഒരാളെ കൊടുന്ന് ടയറുമില്ല, വാഹനവുമില്ല, എല്ലാം മാറ്റി വെച്ചിരിക്കുന്ന
കട്ടപ്പുറത്തിരുന്ന ഒരാളെ കൊടുന്ന് പൊന്നാനിയിൽ ഓടിക്കേണ്ട ഗതികേട്. അതായത് ലീഗിന്റെ വണ്ടിയിലെ ടയർ ഊരി LDF ഇട്ടു. അവർക്ക് സ്വന്തമായി വാഹനവും ഇല്ല, ടയറും ഇല്ല. ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അതുപോലെ തന്നെ UDF ഒഴിവാക്കിയ ടയർ ഉപയോഗിച്ച് ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ വാഹനം ഓടാൻ പോയിട്ട് ഒന്ന് അനക്കാൻ പോലും പൊന്നാനിയിലെ ജനങ്ങള് അനുവദിക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, അതായത് കാറ്റുപോയ ടയറാണ്. അതെ, ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുക. ടയർ എന്ന് തന്നെ പറയാൻ കഴിയില്ല, കാറ്റുപൊട്ടെ. അത് മറ്റൊരു വിഷയം. പിന്നെ വികസനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, കൃത്യമായി നമുക്ക് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ വെറുതെ വാചക കസരത്ത് നടത്തുന്നതിന് പകരം പ്രാദേശിക വികസന ഫണ്ട് 17 കോടി, ഞങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കൃത്യമായി എണ്ണി പറയാൻ നമുക്ക് കഴിയും. റെയിൽവേ വികസനമായി 26 കോടി, ഇവിടെയുള്ള പൊന്നാനി തിരൂരങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായിട്ട് 50 ലക്ഷം. അങ്ങനെ ഇന്ന് 7:30 മണി വരെ വികസനങ്ങൾ ഇവിടെയുണ്ട്. പറയണേ, ആശുപത്രി ഇല്ല, പൊന്നാനി കിട്ടിയിട്ടില്ല. അരുൺ കുറച്ച് സമയം ഇവർക്ക് കൊടുക്കണം. അവർ പറയട്ടെ, ഏതൊക്കെ പദ്ധതി പറയട്ടെ. വെല്ലുവിളിക്കുകയാണ് ഈ ഫ്ലോറിൽ നിന്ന് വെല്ലുവിളിക്കുകയാണ്. ഈ പറഞ്ഞ തുകയുടെ വികസനം ഇവിടെ നടന്നിട്ടില്ല. പറയട്ടെ, ഓരോന്ന് പറയട്ടെ. ഹാരിസ് പറഞ്ഞു തീർത്താൽ ഞാൻ രവിയിലേക്ക് പോകും. ആദ്യ ഘട്ടത്തിൽ എന്ത് ചെയ്തു വികസനത്തിൽ? അപ്പൊ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, റെയിൽവേയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനം നടത്തി. 2, കോവിഡ് കാലത്ത് 50 ലക്ഷം രൂപ കൊടുത്തു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഞാൻ എണ്ണി പറയാം, വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് എണ്ണി പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ആയുഷ് ഡിസ്പെൻസറി പാലപ്പെട്ടി കെട്ടിടം 45 രൂപ, ആയുഷ് ഡിസ്പെൻസറി മാറാക്കര 36 ലക്ഷം രൂപ, കുറ്റിപ്പുറം നടുവട്ടം ആയുർവേദ ഡിസ്പെൻസറി. അങ്ങനെ എടുത്തു പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങളെ 7:30 മണിക്ക് ഇത് അവസാനിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ എനിക്ക് പറയേണ്ടി വരും. പിന്നെ കേൾക്കൂ, റെയിൽവേ വികസനം പറഞ്ഞു. നിങ്ങൾ ഇന്ന് കുറ്റിപ്പുറം റെയിൽവേക്ക് പോയാൽ നേരിട്ട് എൻട്രി ഇല്ല. കാരണം അവിടെ ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള വലിയ ഡെവലപ്മെന്റ് അവിടെ നടക്കുന്നതാണ്. അതേപോലെ തിരൂര് വികസനം, ഡോക്ടർ അരുൺകുമാർ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിയാൽ ആദ്യം നേരെ പോകുന്നതാണെങ്കിൽ ഇന്ന് അവിടെ പ്രവർത്തനം നടക്കുന്നതിന്റെ ഭാഗമായി തിരിഞ്ഞു നടന്ന് ആ മുഴുവൻ പ്രവർത്തനവും കാണാവുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള രവി ദേലത്തിന്റെ ഗോളിലേക്കാണ് അല്ലെങ്കിൽ കോർട്ടിലേക്കാണ് പന്ത് പോയിരിക്കുന്നത്. രവി ദേലത്ത്, BJP ആണോ ലീഗിനേക്കാൾ കൂടുതൽ വികസനം പൊന്നാനി കൊണ്ടുവന്നിരിക്കുന്നത്? സംശയമില്ല, BJP അല്ലേ. ആർക്കാ സംശയം ആ കാര്യത്തില്? മുസ്ലിം ലീഗിന്റെ MP-യുടെ കാര്യം പറഞ്ഞു. MP 95% അറ്റൻഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ചില ക്ലാസ്സിൽ ഒരു ദിവസവും ലീവ് എടുക്കാതെ പഠിച്ച കുട്ടി പരീക്ഷയിൽ 8 പൊട്ടുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. 95% അവിടെ സഭയിൽ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, പെർഫോമൻസ് വേണ്ടേ? അദ്ദേഹം ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നല്ല പെരുമാറാൻ അറിയുന്ന നല്ല മാന്യനായ ഒരാളാണ്. അദ്ദേഹത്തോട് നമുക്ക് നല്ല മതിപ്പുണ്ട്. പക്ഷേ MP എന്നുള്ള നിലക്ക് അദ്ദേഹം പൊന്നാനി ലോക്സഭയിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്നുള്ള കാര്യത്തോട് തർക്കം ഉണ്ടാവില്ല. ഇപ്പം അദ്ദേഹം പറഞ്ഞ ഫണ്ടിന്റെ കാര്യം പറഞ്ഞു. മലപ്പുറത്തു നിന്നാണ് MP വരുന്നത്, അബ്ദുൽ സമദ് സമദാനി. അല്ല, ഇത് ഇപ്പൊ നിലവിലുള്ള 5 കൊല്ലം കഴിഞ്ഞിട്ട് ലീഗിന്റെ ഒരേ ആളുകളാണ് മാറിയാലും കുഴപ്പമില്ല എന്നാണല്ലോ UDF-ന്റെ പ്രതിനിധി പറഞ്ഞത്. അതുകൊണ്ട് പറയണല്ലോ, നിലവിൽ 5 വർഷം ലീഗ് UDF എന്ത് ചെയ്തു എന്നുള്ളതാണല്ലോ ചോദ്യം. ഇപ്പം പറയുന്ന പ്രധാനപ്പെട്ടത് 10-26 കോടി റെയിൽവേയുടെ ഫണ്ട് അദ്ദേഹം ചെലവഴിച്ചു എന്നാ പറഞ്ഞത്. റെയിൽവേയുടെ ഫണ്ട് നാളെ ഇതുവരെ മുസ്ലിം ലീഗിന്റെ MP-മാർ ഇവിടുന്ന് വിജയിച്ചു പോയിട്ടും മുമ്പ് ഇതേപോലെ തന്നെ അഹമ്മദ് സാഹിബും കുറച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറുക ചെയ്ത്. അന്ന് UPA ഗവൺമെന്റിന്റെ കാലത്ത് അഹമ്മദ് കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിയായിരുന്നു, UPA-യുടെ സർക്കാരായിരുന്നു. അഫ്സലിന്റെ പാർട്ടിക്കാര് 19 ആളുകളും അന്ന് ഈ മന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിസഭയെ പിന്തുണച്ചിരുന്നു. എന്നിട്ട് നടക്കാത്ത വികസനം മലപ്പുറം ജില്ലയുടെ എല്ലാ റെയിൽവേ സ്റ്റേഷൻ നടക്കുമ്പോ ആ കുട്ടിയുടെ അച്ഛൻ ഞാനാണെന്ന് പറയുന്ന എട്ടുകാലി മമ്മൂഞ്ഞിന്റെ പണി മുസ്ലിം ലീഗും MP-യും എടുക്കാൻ വേണ്ടി പാടില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതായത് ഫണ്ട് കേന്ദ്രത്തിന്റെയാണ്, ഗവൺമെന്റ് ഈ സമയത്ത് ഇത് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ കഴിവുള്ള സമയത്ത് MP-മാരുടെ ലീഗിന്റെ നേരത്തെ ഉണ്ടല്ലോ, കേന്ദ്രം നേരത്തെ UPA ഭരിച്ചിട്ടുണ്ടല്ലോ.
കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ടല്ലോ, അന്ന് വികസനം വേണ്ടേ? ഇപ്പൊ കേന്ദ്രം അതായത് പൊന്നാനിയിലെ ആളുകൾ ഇത്തവണ അമൃത് ഭാരത് പദ്ധതിയിൽ നിലവിലുള്ള 100 കോടി രൂപയുടെ വികസനം മലപ്പുറം ജില്ലയിൽ റെയിൽവേയിൽ കേന്ദ്ര ഗവൺമെന്റ് സിറ്റിംഗ് എം പി എന്ന നിലയിലുള്ള എം പിയുടെ പരാജയം അത് BJPക്ക് ഗുണകരമായി തീരുമെന്നുള്ളതാണ്. തീർച്ചയായും. പക്ഷേ റെയിൽവേ മേൽപ്പാലം കൊണ്ടുവന്ന കാര്യമില്ലല്ലോ. ആ മേൽപ്പാലത്തിൽ കൂടി സഞ്ചരിക്കാനുള്ള മനുഷ്യർക്ക് സുരക്ഷിതത്വം കൊടുക്കണ്ടേ? അവരുടെ കാര്യത്തിൽ BJP എന്താ പറയുക? പൊന്നാനി മണ്ഡലത്തിൽ ഭൂരിപക്ഷവും നിൽക്കുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യനാണ്. ആ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ ഭയന്ന് കഴിയുന്ന ഒരു കാലഘട്ടമല്ലേ? നിങ്ങൾ ഭയപ്പെടുത്തുന്നു എന്നായിരിക്കും, അല്ലാതെ ആരും ഇവിടെ ഭയപ്പെട്ട് കഴിയുന്നൊന്നുമില്ല. അങ്ങനെ തെറ്റിദ്ധാരണയാണ്. കഴിഞ്ഞ 5-10 കൊല്ലമായി നരേന്ദ്രമോദി ഭരിച്ചിട്ട് ഇവിടെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ ജീവിത രീതിയിൽ എന്താണ് നരേന്ദ്രമോദി വന്നുകൊണ്ട് പ്രയാസം ഇവിടെ പൊന്നാനിയിലോ കേരളത്തിലോ ഉണ്ടായിട്ടുണ്ട്? നരേന്ദ്രമോദിയുടെ പാർട്ടിയിലോ ആ പാർട്ടിയിൽ ഏതെങ്കിലും സംസ്ഥാനത്തോ ഒരു മുസ്ലിം MP ഉണ്ടോ സാർ? അല്ല സാറേ, നിങ്ങൾ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആളുകൾ നിശ്ചയിച്ചിരുന്നു. നിങ്ങൾ വിജയിപ്പിച്ചോ? AP അബ്ദുള്ള കുട്ടിയെ ഞങ്ങൾ മലപ്പുറത്ത് കഴിഞ്ഞോണം വിജയിപ്പിക്കുക. മുസ്ലിം ന്യൂനപക്ഷം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിലാണല്ലോ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തി തരുന്നത്. അവര് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളെ വിജയിപ്പിച്ചാൽ അദ്ദേഹത്തിന് മന്ത്രിയാവാൻ തടസ്സമില്ല, അദ്ദേഹം MP ആവാൻ തടസ്സമില്ല. ഞങ്ങൾ ഇത്തവണ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ എവിടെയെങ്കിലും ഉണ്ടാവും. അതായത് വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ നിങ്ങൾ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താത്തത് എന്താണ്? അല്ല, വിജയിക്കുന്ന മണ്ഡലം കേരളത്തിൽ ഇതിന് മുന്നേ സിറ്റിംഗ് കേരളം കേരളത്തിൽ സാധ്യതയില്ല, പോട്ടെ. പക്ഷേ കേരളത്തിൽ ഉത്തർപ്രദേശിൽ നിന്ന് മുക്താർ അബ്ബാസ് നഖ്വിയെ കേന്ദ്രമന്ത്രിയാക്കിയ പാർട്ടി ഈ പാർട്ടിയാണ്. ബീഹാറിൽ നിന്ന് ഷാനവാസ് ഹുസൈനെ കിഷൻഗഞ്ചിൽ നിന്ന് മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് കേന്ദ്രമന്ത്രിയാക്കി 27 വയസ്സിൽ ആക്കിയതാണ്. വിജയിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആക്കുന്നു. ഇപ്പൊ ഒരാളില്ല. വിജയിച്ച് വരുന്ന സമയത്താണ് സർ ആക്കുക. അങ്ങനെയാണ്. മത്സരിക്കാൻ സീറ്റ് കൊടുത്താൽ അവരവിടെ നിന്ന് വിജയിച്ച ഫൈറ്റൻ സീറ്റിൽ നിന്നാണ് കിഷൻഗഞ്ചിൽ നിന്ന് വിജയിച്ചു വന്നത് ഷാനവാസ് ഹുസൈൻ. വെറുതെ നിങ്ങൾ വഴിതിരിച്ചു വിടല്ല വികസനത്തിന്. നിങ്ങൾ വേറെ മുഖം കൊടുക്കണ്ട. MP-യുടെ പ്രകടനം MP പൊന്നാനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്താണ് ഇവർ എണ്ണി പറയണമെന്നൊന്ന് പറയാൻ സമയം കൊടുത്താൽ വളരെ നന്നായിരുന്നു. അത് അവരെന്നെ പറയേണ്ടി വരും എങ്ങനെ MP ചെയ്തെന്നുള്ളത്. ഓക്കെ, ഒരു പ്രതികരണം കൂടി. വികസനത്തിനെ പറ്റിയിട്ട് അബ്ദുറഹ്മാൻ ഇന്നലെ വെല്ലുവിളിച്ച് MP-യോട് സംവാദത്തിന് തയ്യാറുണ്ടോന്ന് വെല്ലുവിളിച്ചു, പരസ്യമായിട്ട് വെല്ലുവിളിച്ചിട്ടുണ്ട്. പിന്നെ 5 വർഷം കൂടുമ്പോൾ ഒരു മാവേലി വരുന്ന പോലെ വരാൻ ഇന്ന ഒരു MP-യെ നമുക്ക് വേണ്ട, പൊന്നാനിക്ക് വേണ്ട. കാലങ്ങളോളായില്ല ലീഗിന്റെ തെരഞ്ഞെടുക്കാൻ തുടങ്ങിയിട്ട്. എന്താ നേട്ടം ഉണ്ടായിട്ടുള്ളത്? ഈ സമാധാനി ഫണ്ട് പാസ്സാക്കും, ഫ്ലക്സ് വെക്കും, പിന്നെ സമാധാനിന്റെ അഡ്രസ് ഇല്ല. വളാഞ്ചേരിക്കാർ വെല്ലുവിളിച്ച് പാസ്സാക്കിയോ? ഫണ്ട് പാസ്സാവും, പിന്നെ അഡ്രസ് വളാഞ്ചേരിക്കാര് വെല്ലുവിളിച്ച് സമാധാനം പറഞ്ഞു ഫ്ലക്സ് വെക്കുന്നതെന്ന്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യങ്ങൾ കൃത്യമായി നടക്കും. കാരണം കല്ലിട്ടില്ല, നടന്ന കാര്യം കല്ല് മാത്രം ആരായിട്ട് മുളക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് കാട് പിടിച്ചിട്ടുണ്ടോ? ഇല്ല, അല്ല, കല്ല് പകരം ഒരു വിത്ത് ഇടാന്നുണ്ടെങ്കിൽ അതൊരു കാടായി മാറും കേരളം മൊത്തം. അതേപോലെ ഫണ്ട് പാസ്സാക്കി കല്ലിട്ടിട്ട് കാര്യമുണ്ടോ? അതാണ് ഹാരിസ് ചോദ്യം. കല്ലിട്ട് ഫ്ലെക്സ് അടിച്ചു പോയാൽ മതിയോ? കാര്യം നടക്കണ്ടേന്നാണ് ചോദ്യം. വല്ലോ നടന്നിട്ടുണ്ടോ ഇവിടെ? ഒന്നും നടന്നിട്ടില്ല ഇതുവരെ. നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരുപാട് പ്രവർത്തനങ്ങൾ MP ഈ രാജ്യത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപാട് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് വെക്കാൻ പാർലമെന്റിനകത്ത് E.T. മുഹമ്മദ് ബഷീർ ആവശ്യമില്ലല്ലോ. എവിടെ ഉണ്ടായിട്ടുണ്ട് പ്രവർത്തനം? എല്ലാ മണ്ഡലങ്ങളിലും ഒരു MLA പോലെ ഓടി നടക്കാൻ ചിലപ്പോൾ MP-നെ കൊണ്ട് കഴിഞ്ഞിരുന്നു വരില്ല. ഹാരിസേ, എന്ന് പറഞ്ഞാൽ എടുത്തു കാണിക്കാൻ കാര്യമായ വികസന പ്രവർത്തനം മണ്ഡലത്തിൽ കുറവാണ്. ഞാന് ഡോക്ടർ അരുൺ സമയം തരുമെങ്കിൽ എണ്ണി പറയാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് വെറുതെ അല്ല. തിരൂർ ലിഫ്റ്റ് വർക്ക്, ഫുട് ഓവർ ബ്രിഡ്ജ് വർക്ക് പുരോഗമിക്കുന്നു. പോസ്റ്റ് ഓഫീസുകൾക്ക് കെട്ടിട നിർമ്മാണത്തിന് അനുമതി. അതുപോലെ തന്നെ PMGVK പദ്ധതി പ്രകാരം ഏകദേശം 15 കോടിയോളം രൂപയുടെ പദ്ധതികൾ പൊന്നാനി മുനിസിപ്പാലിറ്റി, അതുപോലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത്
MP-യുടെ 10 കോടി വീതമുള്ള ആസ്തി വികസന ഫണ്ട് എന്ത് ചെയ്തു? ഇതാണ് ചോദ്യം. അങ്ങനെ നിരവധി ഇതൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നുമല്ല. ഓരോ വിഷയത്തിലും കേന്ദ്ര വികസന സർക്കാർ ഫണ്ട് കൃത്യമായിട്ട് നാളെ ഇതുവരെ ചെയ്യാത്ത വികസനം ലാഡ് സ്കീം കഴിഞ്ഞ 10 പ്രകാരം കൊല്ലമായിട്ട് ചെയ്യുന്നുണ്ട്. ലാഡ് അത് സ്കീം ഈ പ്രകാരം MP-യുടെ എന്ത് ചെയ്തു? എഴുതണ്ട. ഇത് പറയട്ടെ. അത് ഈ MP-യുടെ അക്കൗണ്ടിൽ എഴുതണ്ട. പ്രധാനപ്പെട്ട പ്രശ്നം അത് നരേന്ദ്രമോദി അല്ല, ഒരു സർക്കാർ പ്രധാനപ്പെട്ട ചെയ്തതാണ്. പ്രശ്നം ആലപ്പുഴയിൽ നിങ്ങളുടെ MP ഉണ്ടായിരുന്നല്ലോ ആരിഫ് ചെയ്തതിൻ്റെനേക്കാൾ കൂടുതൽ എന്തായാലും ഈ മണ്ഡലത്തിൽ E.T. മുഹമ്മദ് ബഷീർ ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടില്ല. എന്താ കാര്യം? ഞാൻ പറയാം. ഉദാഹരണത്തിന് ഞാൻ പറയാം. ആ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ആ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് ആ 30 കോടി രൂപ ചെലവഴിച്ച് നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ ആ. നടന്നില്ല എന്ന് മാത്രമല്ല, ആ. അതിന്റെ 1/3 ആ. 10 കോടി 44 ലക്ഷത്തിന്റെ പദ്ധതി മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ മണ്ഡലത്തിന് അവകാശപ്പെട്ട 19.5 കോടി രൂപ ലാപ്സാക്കി കളഞ്ഞു. ആ ഇനി ഇങ്ങോട്ട് വരുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ആ അത് ബഹുകേമനാണ്. ആ 3 കൊല്ലം കൊണ്ട് ആ ഇവിടെ 10 കോടി ചെലവഴിച്ചെങ്കിൽ ആ അവിടെ ചെലവഴിച്ചത് 1,73 ലക്ഷം രൂപ മാത്രം. രണ്ടര മലപ്പുറത്ത് വർഷമേ ഉള്ളൂ. 2.5 വർഷം, ഉപതെരഞ്ഞെടുപ്പല്ലേ? 3 വർഷമല്ലേ? കുഞ്ഞാലിക്കുട്ടിയായിരുന്നല്ലോ. ഇത് സമതാന്റെ കാലം മാത്രമല്ല. ആ മലപ്പുറം മണ്ഡലത്തിൽ മുസ്ലിം ലീഗാണല്ലോ, CPM അല്ലായിരുന്നു നേരത്തെ MP. ആ മുസ്ലിം ലീഗിന്റെ MP ആ. 3 വർഷക്കാലം കൊണ്ടുവന്ന ആ. ലാഡ് സ്കീം പ്രകാരമുള്ള വികസന പ്രവർത്തനം. ഇവിടെ പിന്നെ റെയിൽവേ സ്റ്റേഷന്റെ കാര്യം പറഞ്ഞു. ഇവിടെ ആരിസ് മുതൂർ ഒന്ന് പഠിക്കേണ്ട കാര്യം, മലപ്പുറം ജില്ലയെ നോക്കി കൂക്കി വിളിച്ചു പോകുന്ന 22 ട്രെയിനുകളുണ്ട്. നിർത്താതെ പോകുന്ന 22 ട്രെയിനുകൾ. ഈ സംസ്ഥാനത്തിനകത്ത് എല്ലാ ജില്ലയിലും സ്റ്റോപ്പുള്ള, എന്നാൽ മലപ്പുറം ജില്ലയിലെ പ്രധാന സ്റ്റേഷനായ തിരൂർ സ്റ്റേഷനിൽ പോലും സ്റ്റോപ്പില്ലാത്ത 22 ട്രെയിനുകൾ മലപ്പുറം ജില്ലയെ മലപ്പുറം ജില്ലയെ രാജധാനി എക്സ്പ്രസ് ആ പറ, നിങ്ങൾ പറ. നിലമ്പൂരിലല്ലേ രാജധാനി തുടങ്ങുന്നത്? രാജധാനി നിങ്ങൾ പറ, നിങ്ങൾ പറ, രാജധാനി പറ, രാജധാനി പറ. എങ്ങനെയാണ് വന്ദേ ഭാരത് സ്റ്റോപ്പ് വന്നത്? നിങ്ങൾ പറ. അല്ല, ഞാൻ പൂർത്തീകരിക്കട്ടെ. ഞാൻ ഒന്നിനേ ഉള്ളൂ. എല്ലാ സ്റ്റേഷനുകളും MP പറയുമ്പോ എന്തിനാ BJP കാരൻ ഇങ്ങനെ? ഞാൻ പറഞ്ഞോട്ടെ. വളരെ അഫ്സൽ പറഞ്ഞ ചോദ്യം രവി, ഒരു നിമിഷം. ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് രവി, ഒരു നിമിഷം. ഇതിലൂടെ ഓടുന്ന 22 തീവണ്ടികൾക്ക് മലപ്പുറത്ത് സ്റ്റോപ്പില്ല എന്നുള്ളൊരു ആരോപണം താങ്കൾ ഏറ്റെടുക്കുന്നുണ്ടോ? മലപ്പുറം ജില്ലയിൽ എല്ലാ വണ്ടിയും നിർത്തി പോകാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? എല്ലാ സ്റ്റേഷനും ശരി, നമുക്ക് എണ്ണി നോക്കാം. നമുക്ക് എണ്ണി നോക്കാം. നമുക്ക് എണ്ണി നോക്കാം. തിരുവനന്തപുരം സ്റ്റോപ്പ് ഉണ്ടല്ലോ. അല്ല, നോക്കൂ, തിരുവനന്തപുരത്ത് സ്റ്റോപ്പ് ഉണ്ടല്ലോ, കൊല്ലത്തുണ്ടല്ലോ, കോട്ടയത്തുണ്ടല്ലോ, ആലപ്പുഴയുണ്ടല്ലോ, എറണാകുളത്തുണ്ടല്ലോ. മലപ്പുറം പിന്നെന്താ സാറേ? മലപ്പുറത്ത് കൂടി എല്ലാ റെയിൽ പോകുന്ന തിരൂരിലൂടെയാണ്. അതെ, തിരൂര്. അതാണ് പറഞ്ഞത്, തിരൂര് മലപ്പുറത്തിന്റെ ഭാഗമാണ് സാർ. നിങ്ങൾ പറയുന്നത് കേക്ക്. ഷൊർണൂരിന്റെയും കോഴിക്കോടിനും ഇടയിലുള്ള ദൂരമാണ് നിങ്ങൾ നോക്കേണ്ടത്. കൊല്ലത്തിന്റെയും ആലപ്പുഴയ്ക്കും, കൊല്ലത്തിനും കോട്ടയത്തിനും എറണാകുളത്തും ദൂരമുണ്ട്. ഈ ദൂരം നോക്കിയിട്ടാ ട്രെയിൻ നിർത്തുക. അല്ലെങ്കിൽ മാഹിയിലെല്ലാം ട്രെയിൻ നിർത്തണ്ടേ? തലശ്ശേരി മാഹി വടകര അടുത്തടുത്താണല്ലോ. തിരുവല്ലയിലും ചെങ്ങന്നൂരും പറയാൻ പാടില്ല. ഒന്ന് എന്റെ അവസരമായിരുന്നു. ഈ ചോദ്യം കൂടി പറയാം. അല്ല, എന്നോട് ചോദിച്ചോണ്ടാ ഞാൻ പറഞ്ഞു. എന്നോടല്ല ചോദിച്ചത്. നിങ്ങൾ മറുപടി പറയാം. ഈ 22 ട്രെയിൻ നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം ഓടി തുടങ്ങിയ ട്രെയിനാണോ? എന്റെ ചോദ്യം അതാ. ഇത് UPA ഗവൺമെന്റിന്റെ കാലത്ത് LDFന്റെ ആളുകൾ അവിടെ റെയിൽവേ മന്ത്രിയായ അഹമ്മദിന്റെ 4 കാലും കസേരയുടെ ഭരിച്ച് താങ്ങി നിർത്തിയവരാണല്ലോ 19 MP മാർ. എന്തേ അന്ന് നിർത്തിയില്ല? ഞാൻ പറയാം. അന്ന് ആ ട്രെയിൻ നിർത്തിയില്ല. നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ? എന്തെങ്കിലും മുടന്യായം പറഞ്ഞ് റെയിൽവേയിൽ ഇങ്ങനെ മനോഹരമായി വികസനം നടക്കുമ്പോ ഇപ്പോ ആകെ പ്രശ്നമാണ്. സമരം രവിയുടെ മറുപടി കൃത്യമാണ്. അഫ്സൽ ചോദ്യം ഇതാണ്, UPA സർക്കാരിന്റെ കാലത്ത് LDF MP മാരുടെ പിന്തുണ ഉണ്ടായിരുന്നപ്പോഴും ഇങ്ങനെ കൂകിപ്പോയില്ലോ തീവണ്ടി? അന്ന് നിർത്താനില്ലേ? ഈ വിളിക്കാത്ത സദ്യക്ക് ഉണ്ണാൻ വരാന്ന് കേട്ടിട്ടുണ്ട്. UDF-നെ പറഞ്ഞ എന്തിനാ BJP-ക്ക് പൊള്ളുന്നേ? ഞാൻ പറയട്ടെ. MP-ക്ക് റോളുണ്ട്. അന്ന് ജനാധിപത്യം നിഷേധിക്കുന്ന റോൾ ഉണ്ടാവില്ല. പ്രധാനമന്ത്രി തീരുമാനിക്കല്ലേ? മഹാരാജാവിന്റെ രാജ്യമല്ല. MP-ക്ക് റോളുണ്ട്. അത് മാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന്റെ
MP ആയി ഇവിടുന്ന് ജയിച്ചു പോയ അവസരത്തിലാണ് ഇ അഹമ്മദ് റെയിൽവേ സഹമന്ത്രിയാകുന്നത്. കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ യാത്ര നടത്തി. ഈ മലപ്പുറം മണ്ഡലത്തിൽ ഒരു സ്റ്റോപ്പ് അനുവദിക്കാൻ വേണ്ടി അന്നത്തെ ലീഗിന്റെ MP ആയ അന്നത്തെ കേന്ദ്ര സഹമന്ത്രി കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, സ്റ്റോപ്പിന്റെ കാര്യം മാത്രമല്ല, ഇപ്പൊ വികസനത്തിന്റെ കാര്യം പറഞ്ഞു. അതിന്റെ പദ്ധതി ഏതാണെന്ന് നേരത്തെ വിശദീകരിച്ചു. ഇത് വികസനം കൊണ്ടുവരുന്നത് എന്തിനാ? ജനങ്ങളുടെ നികുതി ഉപയോഗിച്ച് വികസന വർക്ക് നടത്തി നല്ല മോടി പിടിപ്പിച്ച് കോർപ്പറേറ്റിന് വിൽക്കാൻ വെക്കും. ക്ലിഫ് ഹൗസിന്റെ കാര്യമാണോ ഇവിടെ പരിപാടി? ക്ലിഫ് ഹൗസിന്റെ കാര്യമാണോ? ക്ലിഫ് ഹൗസിന്റെ കാര്യമല്ല. തിരുവനന്തപുരം എയർപോർട്ട് വിൽക്കാൻ വെച്ചതുപോലെ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വിൽക്കാൻ വേണ്ടി നേരത്തെ തീരുമാനിച്ചതുപോലെ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ത്യൻ റെയിൽവേയുടെ ഓരോ മേഖലയും വിൽക്കാൻ വെക്കുന്നത് പോലെ മോടി പിടിപ്പിച്ച് വിൽക്കാൻ വെക്കണം. ഞാൻ പറയട്ടെ, ഇത് മാത്രമല്ല, റെയിൽവേ സ്റ്റേഷന്റെ ഞാൻ പറഞ്ഞോട്ടെ, റെയിൽവേ സ്റ്റേഷന്റെ കരിപ്പൂർ എയർപോർട്ട് വിൽക്കാൻ വെച്ചിരിക്കുക. റെയിൽവേ സ്റ്റേഷന്റെ കാര്യം ഭൗതിക സാഹചര്യം അല്ലല്ല, ഒരു നിമിഷം ഇടപെട്ടോ. രവി ഒരു സംശയം. നിങ്ങൾ എന്തിനാണ് തിരുവനന്തപുരം എയർപോർട്ട് സർക്കാർ ആ ടെൻഡറിൽ പങ്കെടുക്കുമായിരുന്നല്ലോ? കേരള സർക്കാർ താല്പര്യം പ്രകടിപ്പിച്ചിട്ടും തിരുവനന്തപുരം എയർപോർട്ട് കൊടുത്തില്ലല്ലോ, അത് അദാനിക്ക് കൊടുത്തല്ലോ. അല്ല, അവർക്ക് ടെൻഡർ പങ്കെടുത്ത് വാങ്ങായിരുന്നല്ലോ. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ അവസ്ഥ ഇവിടെ ഒരു KSRTC നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത മലപ്പുറത്ത് ഞാൻ പറയുന്ന കേക്ക്. ഞങ്ങൾ എന്റെ കൂടെ മലപ്പുറത്ത് പോയാൽ നിർമ്മാണം നടക്കുന്നത് ആ KSRTC കെട്ടിടത്തിന്റെ നിർമ്മാണം നിങ്ങൾ ഇന്ന് എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. മലപ്പുറത്തെ കുറിച്ചാണ്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു KSRTCയുടെ നവീകരണ പ്രവർത്തനം നടത്താൻ നിർമ്മാണ അവതാളത്തിലാണ്, അടക്കണിയിലാണ്, തട്ടിപ്പാണ്, ആകെ കുത്തുവാള അടുപ്പിച്ചിരിക്കുക എന്ന് നിങ്ങൾ സ്വകാര്യ മേഖലയുടെ. രവി ഒരു ചോദ്യമുണ്ട്. അഫ്സൽ ചോദിച്ചു, KSRTCയുടെ ഉത്തരവാദിത്വം LDF-ന് കൊടുക്കാം. എയർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നല്ലോ. ആ എയർ ഇന്ത്യ ഇപ്പൊ ആരുടെ കയ്യിലാ? ടാറ്റയുടെ കയ്യില്. ടാറ്റക്ക് വിറ്റു, അംബാനിക്ക് വിൽക്കുന്നു, അദാനിക്ക് വിൽക്കുന്നു. ഇവര് വിറ്റല്ലോ പോർട്ട്. തിരുവനന്തപുരത്തെ പോർട്ട് ഞങ്ങളാണ് അദാനിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചെന്ന് പറഞ്ഞ് നിങ്ങളല്ലേ? നിങ്ങൾ പോകാൻ കൊടുത്തത്? നിങ്ങൾ അദാനി പോർട്ട് സ്വകാര്യ മേഖലയെ സെന്ററിൽ വന്ന കമ്മീഷൻ കൊടുത്താൽ സ്വകാര്യ മേഖല നല്ലതാണ്. ഞങ്ങൾക്ക് പണം കിട്ടിയാൽ സ്വകാര്യ മേഖല നല്ലതാണ്. ഇതാണ് CPM. ഒരുമിച്ച് മറുപടി പറയാം. ഇപ്പൊ റെയിൽവേയുടെ വികസനത്തിന്റെ കാര്യം, കേന്ദ്ര സർക്കാരിന്റെ കാര്യം എല്ലാം പറഞ്ഞു. ഇപ്പൊ തിരൂർ റെയിൽവേ സ്റ്റേഷൻ പ്രധാന സ്റ്റേഷൻ ആണല്ലോ. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് രണ്ടാമത്തെ പ്ലാറ്റ്ഫോം പോയി ഇറങ്ങണം, 500 മീറ്റർ നടക്കണം, എന്നിട്ട് അവിടുന്ന് വീണ്ടും മേൽപ്പാലം കയറണം. എങ്ങോട്ട്? ഇതിന് എക്സിറ്റിലേക്ക് അടക്കാൻ വേണ്ടിയിട്ട്. MP-യുടെ ലാഡ് സ്കീം ഉൾപ്പെടുത്തി ഒരു മേൽപ്പാലം ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി കഴിയാത്ത, ഒരു ലിഫ്റ്റ് പോലും ഇല്ല, ഒരു എസ്കലേറ്റർ പോലും ഇല്ല. പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് വരാം. രണ്ടാമത്തെ റൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഞാൻ ഹാരിസിൽ നിന്ന് തുടങ്ങാം. ഹാരിസ് നോക്കൂ, ഒരു പ്രധാനപ്പെട്ട മറുപടി പറഞ്ഞു. ഞാൻ ഇവരുടെ ഈ അഭിനയ തർക്കം അവസാനിച്ചെങ്കിൽ ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം പറയാം. ഇവരുടെ റെയിൽവേയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞു. എല്ലാ കാലത്തും ഇപ്പോ സംഘപരിവാർ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് മലപ്പുറം ജില്ലയോടുള്ള പ്രത്യേക ഒരു അവഗണന ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം പറയട്ടെ, ഈ അവഗണന സമയത്ത് വന്ദേ ഭാരത് കൊട്ടിഘോഷിച്ച് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഓടിക്കുന്ന പ്രതീതി ഉണ്ടാക്കിയിട്ടാണ് ഇവർ ഒരു ഉദ്ഘാടന മാമാങ്കം നടത്തിയത്. ആ സമയത്ത് കൃത്യമായി MP ഇടപെട്ട് തിരൂരിൽ ആദ്യം റെയിൽവേ അതിൽ ഇതുണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. പരപ്പനങ്ങാടിയിൽ യശ്വന്ത്പൂർ എക്സ്പ്രസിന് സ്റ്റോപ്പ് MP ഇടപെട്ട് അനുവദിച്ചു. അതുപോലെ തന്നെ തിരൂര് വന്ദേ ഭാരതിന് സ്റ്റോപ്പ് അനുവദിച്ചു. തിരൂരിൽ കൊച്ചുവേളി അമൃത്സർ ചണ്ഡീഗഡ് എക്സ്പ്രസിനും തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസിനും സ്റ്റോപ്പ് അനുവദിച്ചു. തിരുനാവായൽ മെമു എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിച്ചു. ഇത് എണ്ണി പറയാൻ കഴിയുന്നത് സ്റ്റോപ്പ് അനുവദിച്ചത് കൊണ്ടാണ്, അല്ലേ? കൃത്യമായി. പിന്നെ അഫ്സൽ ഇവിടെ സൂചിപ്പിച്ചു മേൽപ്പാലം കയറിയിട്ട് വേണം പറയാൻ. ഞാൻ സൂചിപ്പിച്ചു MP-യുടെ ഫണ്ടിന്റെ ഭാഗമായിട്ട് ലിഫ്റ്റിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ലക്ഷം രൂപക്ക് 1 കോടിയുടെ പ്രോജക്റ്റിൽ മേൽപ്പാലം കേന്ദ്രത്തിന്റെ റെയിൽവേ ബജറ്റ് ഫണ്ടാണ്. ഇപ്പോഴും നിർമ്മാണം നടക്കുകയാണ്.
ഇവിടെ ഇവര് തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. പഴയ ലീഗും പുതിയ ലീഗുമാണ് മത്സരിക്കുന്നത്. പഴയ ലീഗും എക്സ് ലീഗുമാണ് സംബന്ധിച്ചു. അതിന് വോട്ടറുടെ പ്രതികരണം കൂടെ കേൾക്കാം. 2 മിനിറ്റ് അങ്ങ് വേണ്ടത് നിങ്ങൾ ആരും പറഞ്ഞോട്ടെ. സംസാരിച്ചു. ഇവിടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവരുന്നത് പുതിയ പുതിയ സ്ഥാനാർത്ഥികളെയാണ് LDF കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഇതിനു മുമ്പ് കണ്ണന്താനത്തെ പിന്നെ BJP കൊണ്ടുവന്നു, മത്സരിച്ച് BJP കൊണ്ടുപോയി. അതെ. ഇപ്പൊ അലിനെ 2 ടേണ് മങ്കടെ മത്സരിപ്പിച്ച് ലീഗിന് കൊണ്ടുപോയി. ഹംസ നാളെ ലീഗിലേക്ക് തിരിച്ചു പോകില്ല എന്ന് ഉറപ്പ് വരാൻ ഒരു കഴിയോ? ആ ചോദ്യത്തിന് മറുപടി അഫ്സൽ പറയട്ടെ. ഇപ്പൊ വികസനത്തിന്റെ കാര്യം മാത്രമല്ല പറയാനുള്ളത്. ഇപ്പൊ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വെല്ലുവിളികളുണ്ട്. ഈ വെല്ലുവിളികൾ നേരിടുമ്പോ ഈ പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ഇ.ടി. മുഹമ്മദ് ബഷീർ ഒരു മിനിറ്റ് ന്യൂനപക്ഷങ്ങളെ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങളെ വോട്ട് മേടിച്ചിട്ടാണ് പോയത്. എന്ത് നിലപാടുകളാണ് പാർലമെന്റിൽ ഇവിടുന്ന് ജയിച്ചു പോണ കോൺഗ്രസിന്റെ ലീഗിന്റെ ആൾ BJP പോകില്ല എന്നുള്ളതിന് എന്ത് ഉറപ്പ്? മഞ്ചേരി ടി.കെ. ഹംസ ജയിച്ചെങ്കിൽ താനൂരിൽ ലീഗ് ഒരിക്കലും തോൽക്കും നമ്മൾ വിചാരിച്ചിട്ടില്ല. പക്ഷെ താനൂരിൽ ലീഗ് തോറ്റ്. അതുപോലെ തന്നെ പിന്നെ അങ്ങനെ പൊന്നാനി തോക്കും ലീഗ്. അയാൾ സംശയം വേണ്ട. എന്താ കാര്യം? തോക്കണൊക്കെ ഒരു കാരണം വേണ്ടേ? ലീഗിന്റെ അവസരവാദ രാഷ്ട്രീയം അത് തന്നെയാണ്. കാരണം മറുപടി പറയാം. ഒരു മിനിറ്റ്. UDF പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. നാഴികക്ക് 40 വട്ടം ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന നിലപാട്, പ്രത്യേകിച്ച് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ആചാരവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് MP-മാർ അത് സ്ഥാനാർത്ഥികളെ വോട്ട് അഭ്യർത്ഥിക്കാറുള്ളത്. നമുക്കറിയാം മുത്തലാഖിന്റെ ചർച്ച ലോക്സഭയിൽ നടക്കുമ്പോൾ ഇറങ്ങാത്ത വിമാനത്തിൽ കയറിയതാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബും നമ്മുടെ ഇ.ടി. മുഹമ്മദ് ബഷീറും. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് അങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങളിൽ എന്ത് ഭക്ഷണം കഴിക്കണം, ഏത് വസ്ത്രം ധരിക്കണം എന്നൊക്കെ സംഘപരിവാർ ശക്തികൾ തീരുമാനിക്കുമ്പോൾ അതിനെതിരെ വിരലനക്കാൻ തയ്യാറല്ലാത്ത മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളാണ് ഇത്തവണയും മത്സരിക്കുന്നത്. ഇവിടെ UDF അല്ലാത്ത ഒരു പാർട്ടി BJP എതിർക്കാനുള്ള പാർട്ടിയില്ല. 3 ലക്ഷം വോട്ട് സംവിധാനം ജയിക്കും. എത്ര ചാടി കളിച്ചോട്ടെ ഇവിടെ സമുദായം ഇല്ലാത്ത 3 ലക്ഷം വോട്ട് ജയിച്ചില്ല. പറഞ്ഞു പറഞ്ഞു എത്ര കളിച്ചോട്ടെ അല്ല പൈസ കൊടുക്കും. ഒരു കാര്യം പ്രേക്ഷകർക്ക് മനസ്സിലായി. പൊന്നാനിയില് നല്ല മുട്ടപ്പത്തിരി കിട്ടും. പൊന്നാനി പോയാൽ കുറെ കാഴ്ച കാണാം. നല്ല കൂന്ന മനുഷ്യനും പൊന്നാനിയിലുണ്ട് എന്നുള്ളത് പ്രേക്ഷകർക്ക് ബോധ്യമായിട്ടുണ്ടാവും. ഇനി നമ്മൾ ചർച്ചയിലേക്ക് വന്നാൽ ഇന്ന് രാവിലെ സംസാരിച്ചതാണ് ഹിമാചൽ പ്രദേശിലെ കാര്യം. എന്ത് വിശ്വാസം? 6 MLA-മാര് സമാജ്വാദി പാർട്ടിയുടെ 7 MLA ഇന്ന് ഒരു MLA വീണ്ടും മറക്കേണ്ട ചാടി അത് സംസ്ഥാനത്തേക്ക് മറന്നുപോയി. ഇന്ന് എന്ത് വിശ്വാസത്തിന്റെ പേരിലാണ് കോൺഗ്രസിനെ വോട്ട് ചെയ്തിട്ട് നമ്മൾ ലീഗ് ഓക്കെ കോൺഗ്രസ് ലീഗ് UDF മുന്നണി. പക്ഷെ ലീഗിലെ ഏതെങ്കിലും ഒരു MP അങ്ങനെ BJP-യുടെ കയ്യിലേക്ക് പോകുമെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ പറയണല്ലേ? അത് നിങ്ങൾ പറയണേ. തിരിച്ച് ഒരു മിനിറ്റ് ഇതേ ചോദ്യം ലീഗ് പറയുന്നുണ്ട്, BJP-യും ഒരു മിനിറ്റ് ഇതേപോലെ എന്റെ സുഹൃത്തായ ഈ വ്യക്തി പറയുന്നുണ്ട് CPM-ഉം BJP-യാണ് അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾ അമ്മ മത്സരം അങ്ങോട്ടും ഇങ്ങോട്ടും CPM-നെ കുത്തിയിട്ട് CPM ഒരിക്കലും ഒരാളെ താങ്ങി നിൽക്കൂല. ഒരു വ്യക്തിമാരിവിടുന്ന് മത്സരിച്ച് ജയിച്ചിട്ട് പോയിട്ട് ഈ അഹമ്മദിനെ മന്ത്രിയാക്കിയ സഭയെ 5 വർഷം നിങ്ങൾ അധികാരത്തിൽ കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വർഗീയ ശക്തിനെ അധികാരത്തിൽ കയറ്റാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പിന്നെ എങ്ങനെ നിങ്ങൾ മത്സരിക്കണ്ടല്ലോ? നിങ്ങൾ എന്തിനു മത്സരിക്കണം? ഞാൻ BJP-ന്റെ നേതാവിനോട് ചോദിക്കുകയാണ്, ഈ മുസ്ലിമിനെ അടിച്ചമർത്താനൊന്നും അവർക്ക് കഴിയൂല. കാരണം ബീഫ് കൂട്ടിക്കഴിഞ്ഞാലും മറ്റുള്ളത് കൂട്ടിക്കഴിഞ്ഞാലും പ്രശ്നമല്ല. നമ്മൾ ആ വിഷയത്തിലേക്ക് പോകണ്ട. പക്ഷേ മറ്റൊരു ഒരുപാട് മുസ്ലിമിനെ വർഗീയതാണ് ഇവര് കൊണ്ടുവരുന്നത്. കാരണം നമുക്ക് അവരോട് ഒരു വിരോധമൊന്നുമില്ല. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ഇന്ത്യയിൽ എല്ലാവരും ഒരുപോലെയാണ്. ചോദ്യം ഞാൻ തിരിച്ച് ഇവിടെ നിന്നും വർഗീയത നേരിടാൻ പോകേണ്ടത് അബ്ദുൽ സമദ് സമദാനിയാണോ KS ഹംസയാണോ?
പിന്നെ സമാധാനം ജയിക്കും. എന്തായിരിക്കും കാരണം? ടോപ്പായിട്ട് ജയിക്കും. എന്താ കാരണം? ടോപ്പായിട്ട് ജയിക്കും. നല്ലൊരു നേതാവാണ് ഞങ്ങളെ നാട്ടിലെ. അങ്ങനത്തെ ഒരു നേതാവിനാണ് ഞങ്ങൾക്ക് വേണ്ടത്. അറിയേതല്ല, അങ്ങനത്തെ ഒരു നേതാവിനാണ് വേണ്ടത്. നാടിന് വേണ്ടിയിട്ട്, പാവപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ട്, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട്, പിന്നെ അഴിമതിയും പെൻഷൻ കിട്ടാതെ കുറെ ആൾക്കാർ റോട്ടിൽ പിച്ച ചട്ടി എടുത്തിട്ട് നടക്കുക. പെൻഷൻ കിട്ടാത്തതിന്റെ കാരണം എന്നെക്കാട്ടും കൂടുതൽ അരുൺ സാറിന് അറിയാം. ബി.ജെ.പി. എന്നെക്കാട്ടും കൂടുതൽ 5 മാസം വിഷുവിന്റെ മുമ്പായിട്ട് 2 മാസം പെൻഷൻ ഉടനടി വരും. 4000 കോടി രൂപ സർക്കാർ കേന്ദ്രം നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. വിരോധമില്ല. നമ്മളെ പോലത്തെ മനുഷ്യന്മാരാണ് അവരും. പക്ഷെ അവര് കൊണ്ടുവരുന്ന ഇസ്ലാമിന് വളരെ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളാണ് അവർ കൊണ്ടുവരുന്നത്. വർഗീയത കുഴപ്പങ്ങൾ. കുഴപ്പമില്ല. അങ്ങനെ ഒരു പ്രശ്നമില്ല. പെൻഷൻ കിട്ടാത്തത് ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കൂ? ബാധിക്കൂലേ? പെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ 600 രൂപയിൽ നിന്ന് 1600 എത്തിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ അത് ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ പക്ഷെ കിട്ടണ്ടേ? 7 മാസം 16 മാസത്തെ കിട്ടാ. സപ്ലൈകോ ഈ സാധനം കിട്ടാ? UDF ഭരിക്കുന്ന കാലം അത് സപ്ലൈകോ ഈ സാധനം കിട്ടാറുണ്ട്. കിട്ടുന്നോ? പൊന്നാനി മാത്രം സപ്ലൈകോ ഈ സാധനം എങ്ങനെ വരും? ചെറിയ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാ സാധനവും കിട്ടും. എല്ലാ സാധനം കള്ളം പറയരുത്. LDF എവിടെ ബൈക്ക് ചേർന്ന് വന്നോ? പെൻഷൻ കിട്ടുന്നുണ്ടോ ഏട്ടാ? പെൻഷൻ വോട്ടിനെ ബാധിക്കുമോ? പെൻഷൻ വോട്ടിനെ ഇല്ല, ബാധിക്കില്ല. ചിഹ്നത്തിന് ബാധിക്കില്ല. പാർട്ടി ചിഹ്നത്തിന് ബാധിക്കില്ല. ബാധിക്കില്ല. കാര്യം ജയിക്കും. എന്താ കാര്യം? അബ്ദുൾ സമദ് സമദാനിയാണോ KS ഹംസയാണോ നിങ്ങൾക്ക് വേണ്ടത്? എന്തേ? എന്താ കാര്യം? ശരി ശരി ശരി. ഇനി രണ്ടാമത്തെ റൗണ്ടിലേക്ക് എത്തിയാൽ 2 വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അഫ്സൽ, നമ്മുടെ പാനലിസ്റ്റുകൾ ശ്രദ്ധിക്കാൻ. ഒന്ന് KS ഹംസ, മറ്റൊന്ന് അബ്ദുൾ സമദ് സമദാനി. ഇതിൽ അബ്ദുൾ സമദ് സമദാനിയുടെ വ്യക്തിത്വം ഈ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകുമെന്ന് ചില ആളുകൾ പ്രതികരിക്കുന്നു. അഫ്സൽ, അങ്ങനെ അബ്ദുൾ സമദ് സമദാനിയുടെ വ്യക്തിത്വത്തോട് പിടിച്ചു നിൽക്കാൻ KS ഹംസയ്ക്ക് കഴിയുമോ എന്നതാണ് ചോദ്യം. അഫ്സൽ പറഞ്ഞോളൂ സാർ. പാനലിസ്റ്റ് മറുപടി. തികഞ്ഞ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത്. വ്യക്തിപ്രഭാവത്തിനൊന്നും ഇവിടെ ഒരു പ്രസക്തിയില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിമയുള്ള രാഷ്ട്രീയം. RSSകാരന്റെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങാത്ത, RSSകാരൻ നോട്ടുകെട്ട് കാണിക്കുമ്പോൾ പ്ലാവിന്റെ ഇല കാണുന്ന ആട്ടിൻകുട്ടിയെ പോലെ പിന്നാലെ പോകാത്ത, നല്ല രാഷ്ട്രീയ സ്ഥൈര്യതയുള്ള, പ്രത്യയശാസ്ത്ര കരുത്തുള്ള ഇടതുപക്ഷ MP-മാർ ഇവിടെ നിന്ന് ജയിച്ചു പോയാലേ BJPയെ ഫേസ് ടു ഫേസ് ഏറ്റുമുട്ടാനും, ഒരു പക്ഷേ തൂക്കുസഭ വരികയാണെങ്കിൽ ജനകീയ പക്ഷത്തിന്, മതനിരപേക്ഷ പക്ഷത്തിന്, ഇന്ത്യ മുന്നണിക്ക് പറ്റിക്കാതെ RSSന്റെ ചാക്കിൽ കയറാത്ത ആളുകൾ ഉണ്ടാവുകയുള്ളൂ. അതാണ് രാഷ്ട്രീയം. ഒരൊറ്റ കാര്യം. ഒരു ഭാഗത്ത് ടി മുഹമ്മദ് ബഷീർ, മറുഭാഗത്ത് അബ്ദുൾ സമദ് സമദാനി. തമിഴ്നാട്ടിൽ രാമനാഥപുരത്ത് നിന്ന് നവാസ് ഗനി. ഈ എണ്ണം പറഞ്ഞ 3 MP-മാരെ നോക്കിയല്ലേ നരേന്ദ്രമോദി പറഞ്ഞത് ഈ സർക്കാരിനെ എതിർത്ത 3 മുസ്ലിം MP-മാരുണ്ട് എന്ന്? എണ്ണം പറഞ്ഞ 10 മുഖ്യമന്ത്രിമാർ BJPയിലേക്ക് പോയി കോൺഗ്രസിൽ നിന്ന്. 10 മുഖ്യമന്ത്രിമാർ. എണ്ണം പറഞ്ഞ 10 മുഖ്യമന്ത്രിമാർ. ഞാൻ ഒരു കാര്യം വായിക്കാം. രാത്രി ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച MLA-മാരാണ് ഇന്ന് ക്രോസ് വോട്ട് ചെയ്ത് എന്നെ തോൽപ്പിച്ചത്. അഭിഷേക് മനു സിംഗ് പേർ ഇന്ന് രാവിലെയും ഒരുമിച്ചിരുന്ന് കഴിച്ചവരാണ്. പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വക്താവിനാണ്. ആ അവസ്ഥ ഇനി രാജ്യത്തിന് ഉണ്ടാകരുത്. പ്ലാവിന്റെ ഇല കാണുന്ന ആട്ടിൻകുട്ടിയെ പോലെ പോകുന്ന MP-മാരുണ്ടാകരുത്. മുത്തലാഖ് വിഷയം പറഞ്ഞല്ലോ. അത് എന്റെ സംശയം. നിങ്ങൾ KS ഹംസയെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്? അല്ല, KS ഹംസ ലീഗിൽ നിന്ന് LDFിലേക്ക് എത്തിയത് പ്ലാവിനെ ചൂണ്ടിക്കാണിച്ചാണെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തേക്കാണ്, BJPയിലേക്കല്ല. BJPയിലേക്ക് പോകാനുള്ള ആട്ടിൻകുട്ടിയെ ഞങ്ങൾ വളർത്തുന്നില്ല. BJPയിലേക്ക് പോകാനുള്ള ഞങ്ങൾ വളർത്തുന്നില്ല. ശരി, പാർട്ടി ചിഹ്നത്തിൽ KS ഹംസ എന്ന പഴയ ലീഗുകാരൻ മത്സരിക്കുമ്പോ ലീഗിന്റെ രാഷ്ട്രീയം പാർട്ടി ചിഹ്നത്തിലേക്ക് വന്നോ അതോ പാർട്ടി ചിഹ്നം ലീഗിലേക്ക് പോയോ? എന്താണ് മാറ്റം? ഞാൻ ഈ പൊന്നാനി മണ്ഡലത്തിലെ ലീഗിന്റെ സജീവ പ്രവർത്തകർ ഉൾപ്പെടെ ഇത്തവണ ചുറ്റിക അരിവാൾ നക്ഷത്രത്തിന് വോട്ട് ചെയ്യും. അതിന് കാരണം പലതുണ്ട്. ഇപ്പൊ 3ാം സീറ്റിന്റെ വിവാദം എപ്പോഴാണല്ലോ അവിടെ നിന്ന് അവസാനിപ്പിച്ചത്. കോൺഗ്രസിന്റെ പ്രൊഫൈലുകൾ പോയി നോക്കുക. ഒരു കമന്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത്രയധികം പാർട്ടിയെ സ്നേഹിച്ച അണികൾ ലീഗിന്റെ അണികളെ പോലെ ഉണ്ടാകില്ല, എന്നാൽ ഇത്രയധികം പാർട്ടിയെ വഞ്ചിച്ച നേതാക്കന്മാർ വേറെ ഉണ്ടാകില്ല.
ലീഗിന് 6 ലീഗിന് ഹാരിസ്, ശരി, ശരി. മുസ്ലിം ലീഗിന് അല്ലല്ല, ആദ്യ സമയത്ത് പറയാം. ആദ്യ ഊഴത്തിൽ പറയാം. അല്ലല്ല, അത് അവസാനം. എന്റെ സമയമാണ്. ഞാൻ പറയാം അഫ്സൽ ഒരു നിമിഷം. കൃത്യമായി ഞാൻ പറയാം കൃത്യമായിട്ട് ഞാൻ പറയട്ടെ പറഞ്ഞോ ഹാരിസ് പറഞ്ഞോ. ഞാൻ പറയട്ടെ പറഞ്ഞോ. സംഘപരിവാറിന്റെ ഞാൻ പറയട്ടെ ഒരു നിമിഷം. നമുക്കൊരു ചെറിയ ഇടവേള വേണം. ഒന്ന് പുറകോട്ട് നിന്നാൽ അല്ല, ഞാൻ തരാം, സമയം തരാം. ഇത് ശരിയല്ല. ഞാൻ പറയട്ടെ സംഘപരിവാറിന്റെ ആദ്യ രൂപമായ ജനസംഘമായി പകൽ വെളിച്ചത്ത് അലയൻസ് ഉണ്ടാക്കി വോട്ട് വാങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടിക്കാരാണ് സംഘപരിവാറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അദ്വാനി ഉൾപ്പെടെയുള്ള നേതാക്കളായിരുന്നു കേരളത്തിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു നേതാക്കന്മാരുടെ കൂടെ ഇരുന്ന് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് EMSന്റെയും പിണറായി വിജയന്റെയും കൂടെയാണ് ഇരുന്നിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്തേത് പറയട്ടെ ഇന്ത്യക്കകത്ത് പേരിന് ഒരു സീറ്റിനോട് പോലും BJPയോട് പോരാട്ടം കാഴ്ചവെക്കാത്ത CPM ആണ്. ഇന്ത്യക്കകത്ത് 545 മണ്ഡലങ്ങളിൽ പേരിന് പോലും BJPയെ നേരിടാത്ത ആളുകൾ. ഒരു ചോദ്യം. BJPയെ നേരിടാൻ CPMന് ധൈര്യമില്ല. പോട്ടെ, നമുക്ക് വയ്ക്കാം. CPMന് മറ്റു സ്ഥലങ്ങളിൽ സ്വാധീനമില്ല. ഈ വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി ആരെയാണ് നേരിടുന്നത്? വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി കൃത്യമായി പറഞ്ഞു, കഴിഞ്ഞ തവണ വയനാട്ടിൽ മാത്രമല്ലായിരുന്നു, അതേപോലെ ഇത്തവണയും ഉത്തരേന്ത്യയിൽ നിന്നും മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാണ് എന്ന് ഇതിനകം നാഷണൽ മീഡിയാസ് പറഞ്ഞു. തെലങ്കാന ഉൾപ്പെടെയുള്ള കർണാടക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇവര് CPMനും ലീഗിനും ഇന്ന് എത്രയാ 3 MPമാരാണുള്ളത് അല്ലേ? ലീഗിനും CPMനും ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ നേരിട്ട് കേരളം പോട്ടെ, ഇന്ത്യ രാജ്യത്ത് നേരിട്ട് സംഘപരിവാറിനോട് എന്തെങ്കിലും ഒരു സീറ്റിലുള്ള ഒരു പോരാട്ടം പോലും കാഴ്ചവെക്കാൻ കഴിയാത്ത CPM. പിന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു ലീഗെ ജയിക്കുന്നു. ഞാൻ 5 വർഷം മുന്നേക്ക് ഡോക്ടർ അരുൺകുമാറിന്റെ ഓർമ്മ ഒന്ന് കൊണ്ടുപോവാണ്. ഇതുപോലെ പറഞ്ഞ് ഇവിടെ സ്ഥാനാർത്ഥിയായ ഒരാളുണ്ട്. അദ്ദേഹം പറഞ്ഞത് അയാൾ ജയിക്കുമെന്ന് മാത്രമല്ല, ലീഗ് ജയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ PV അൻവർ ഇന്നും നിലമ്പൂരിലുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ മത്സരം കടുക്കുമെന്ന സൂചനയാണ് ആദ്യഘട്ടത്തിൽ. ഇനി പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരുന്നു. രാഷ്ട്രീയ വോട്ട് പൊന്നാനി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആർക്കായിരിക്കും? അത് KS ഹംസയ്ക്കായിരിക്കുമോ? അത് അബ്ദുൽ സമദ് സമദാനിക്കായിരിക്കുമോ? BJPക്കായിരിക്കുമോ? പൊന്നാനിയിലെ ഏറ്റവും സ്വാദിഷ്ടമായൊരു വിഭവമാണ് പൊന്നാനിയുടെ ദേശീയ ഭക്ഷണമായ മുട്ടപ്പത്തിരി. ആ മുട്ടപ്പത്തിരി പൊരിയുന്നത് പോലെയാണ് ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചയും പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇരുപക്ഷവും ശക്തമായ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. BJPയും തങ്ങളുടെ നിലപാടുകൾ തെളിച്ചു തന്നെ പറയുന്നു. പൊന്നാനിയുടെ മണ്ണിൽ നിന്നുമാണ് തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത് അഫ്സൽ. 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഒന്ന്, പെൻഷൻ കിട്ടിയിട്ട് 7 മാസമായി. സപ്ലൈക്കോ പോയാൽ സാധനങ്ങളില്ല, ആശുപത്രി പോയാൽ ചികിത്സിക്കാൻ പറ്റുന്നില്ല, വൈദ്യുതിയുടെ വില കൂടുന്നു, വെള്ളത്തിൻ്റെ വില കൂടുന്നു, ഇനി ബസ്സിൽ കയറിയ ബസ്സിൻ്റെ ചാർജ് കൂടുന്നു. ഇങ്ങനെ സാധാരണ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയത്ത് LDFന്റെ ചിഹ്നമായ CPMന്റെ ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം കണ്ടാൽ അതിൽ കുത്തുമെന്ന് ഉറപ്പ് എങ്ങനെ വരും? ഒരു കാര്യം ഞാൻ ആദ്യം പറയാം. പറഞ്ഞോ. പൊന്നാനിയിൽ മുട്ടപ്പത്തിരി മാത്രമല്ല, മുട്ടപ്പത്തിരിയുടെ കൂടെ ബീഫ് കൂടെ കഴിക്കണം. അത് കാലാകാലം കഴിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ടാകും. BJPയെ തറ പറ്റിക്കും. ഞങ്ങളുടെ തീന്മേശയിലേക്ക് BJP എത്തിക്കില്ല ഞങ്ങൾ. മറ്റു കാര്യം, ഇവിടെ കേരളത്തിലെ സാമ്പത്തിക എന്റെ സംശയത്തില്ല, ബീഫ് കഴിക്കണമെങ്കിൽ നല്ല മുളവ് വേണം. മുളവിന് സപ്ലൈക്കോ ഈ സബ്സിഡി ഇപ്പൊ ഇരട്ടിയായി. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി സ്വയംഭൂവായി ഉണ്ടായതല്ലുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഈ നിൽക്കുന്ന രവി തേലത്തിന്റെ പാർട്ടി കേരളത്തിൽ നിന്നൊരു ദേശീയ ബദൽ ഉയർന്നു വരുന്നു. വിദ്യാഭ്യാസ മേഖലയാകട്ടെ, ആരോഗ്യ മേഖലയാകട്ടെ, ഏതു മേഖലയാകട്ടെ, നവ മുതലാളിത്ത നയങ്ങൾക്ക് ബദലായി ഒരു ജനപക്ഷ ബദൽ ഇവിടെ ഉയർന്നു വരുന്നു. ഇവർ പൂട്ടാൻ വേണ്ടി വെച്ച പൊതുമേഖലാ സ്ഥാപനം ലേലത്തിൽ പങ്കെടുത്ത് സ്ഥാപനം എടുക്കുന്നു, ഹിന്ദുസ്ഥാൻ പേപ്പർ ലിമിറ്റഡ് എടുക്കുന്നു, KPPL-ആക്കി മാറ്റുന്നു, ലാഭമുള്ള പൊതുമേഖലാ സ്ഥാപനമാക്കി മാറ്റുന്നു. ഒട്ടേറെ ഉദാഹരണങ്ങൾ. NCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് RSന്റെ താല്പര്യപ്രകാരം പലതും വെട്ടിമാറ്റിയപ്പോൾ ബദലായി
ഒരു പാഠപുസ്തകം അടിച്ചു നൽകി കുട്ടികളെ പഠിപ്പിച്ച് പരീക്ഷ എഴുതാൻ വേണ്ടി പോവുകയാണ്. അതാണ് കേരളത്തിന്റെ ബദൽ. ആ ബദൽ ഉയർന്നു വരുന്നു. വികസന മേഖലയിൽ, രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ, ജനക്ഷേമത്തിന്റെ കാര്യത്തിൽ ഈ രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന പെൻഷൻ കൊടുക്കുന്ന സർക്കാരായി ഈ സർക്കാർ ബദൽ ഉയർത്തുന്നു. ഈ ബദൽ ഈ ബദലിനെ തകർക്കണം. ഈ ബദലിനെ തകർക്കണം. ഈ ബദൽ ഈ രാജ്യത്താകെ ചർച്ചയാകുന്നു. കുടുംബശ്രീയെ കുറിച്ച്, വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് 21,000 സ്കൂളുകൾ ഈ രാജ്യത്താകെ കഴിഞ്ഞ അക്കാദമിക് ഇയർ അടച്ചുപൂട്ടിയപ്പോൾ ഇവിടെ ഒരൊറ്റ സ്കൂളും അടച്ചുപൂട്ടിയില്ല എന്ന് മാത്രമല്ല, മികവിന്റെ കേന്ദ്രങ്ങളെ കേരളത്തിൽ സ്കൂൾ മാറുന്നു. അപ്പൊ ഇതാകെ ദേശീയ തലത്തിലാകെ ചർച്ചയാണ്. അപ്പൊ കേരളത്തെ ഞെരുക്കണം. ഈ കേരളത്തിലെ ജനങ്ങൾ BJPയെ ഇടങ്കാലം കൊണ്ട് തൊഴിച്ചു മാറ്റിയ ജനങ്ങളാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ സൗഖ്യത്തോടു കൂടി ജീവിക്കണ്ട. അതാണ് പരിപാടി. ആ BJPയുടെ നയത്തിനെതിരെ ഒരുമിച്ച് നിന്ന് കേരളത്തിന് വേണ്ടി പൊരുതാമെന്ന് പറഞ്ഞപ്പോ ഈ ക്ഷേമ പെൻഷൻ മുടക്കുന്ന വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണ പദ്ധതിക്കുള്ള കുടിശ്ശിക പോലും തരാത്ത BJPക്ക് ഇനിയും കിട്ടാൻ ബാക്കിയുണ്ട്. മുഴുവൻ കൊടുത്തിട്ടില്ല, ഇനിയും കിട്ടാൻ ബാക്കിയുണ്ട്. സമരം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചപ്പോ കേവല താല്പര്യത്തിന് വേണ്ടി, കക്ഷി രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി കേരളത്തിന്റെ കാലുവാരിയ UDFനെ പൊന്നാനി ജനങ്ങൾ തോൽപ്പിക്കും. മറുപടി പ്രിയപ്പെട്ട അരുൺ ചോദിച്ചത് കേരളത്തിലെ വിലക്കയറ്റത്തിന് ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. അഫ്സൽ വളരെ സമർത്ഥമായി വിഷയം വേറെ കുറെ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾക്കറിയാം, പൊന്നാനി ജനങ്ങൾക്കറിയാം എന്നുള്ളത്. 7 മാസത്തെ പെൻഷൻ പ്രിയപ്പെട്ട എന്റെ സഹോദരിമാര് നിവൃത്തിയില്ലാതെ 18 മാസത്തെ പെൻഷൻ കൊടുക്കാത്ത കാലമുണ്ട്. 18 മാസത്തെ പെൻഷൻ ചരിത്രത്തിൽ രൂപ കേരളത്തിന്റെ ചരിത്രത്തിൽ സ്കൂളിലെ പ്രധാന അധ്യാപകരോട് തൽക്കാലം ഒന്ന് റോള് ചെയ്യൂ. ഉച്ചക്കഞ്ഞിയും പരീക്ഷ എഴുതാൻ പേപ്പർ അടിക്കാൻ പൈസ തൽക്കാലം ഒന്ന് റോള് ചെയ്യും. തൽക്കാലം ഇനി എനിക്ക് ആവാത്ത ഒരു കാര്യം, 7 മാസത്തെ പെൻഷൻ ഇതുവരെ അതിലാർക്കും തർക്കമില്ല. ഇനി ഏപ്രിൽ വിഷു വരുമ്പോൾ വിഷു സമ്മാനമായി 1 മാസത്തെ പെൻഷൻ അല്ലെങ്കിൽ 2 മാസത്തെ വിഷു സമ്മാനമായി. എന്ത് ലോജിക്കിലാണ് ഇവരത് പറയുന്നറിയില്ല. 7 മാസത്തെ പൈസ കടം കൊടുക്കാനുള്ള ഒരാളോട് തൽക്കാലം ഇത് സമ്മാനമായി വെക്കൂ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ്. 16 മാസത്തെ അതിനകത്ത് ഞാൻ പറയാം 16 മാസത്തെ പെൻഷൻ ഉമ്മൻചാണ്ടി കൊടുക്കാനുണ്ടോ എന്ന 18 മാസത്തെ ചോദ്യത്തിന് തോമസ് ഐസക്, PC വിഷ്ണുനാഥ് കേരളത്തിന്റെ നിയമസഭയിൽ ചോദിച്ചതിന് കൃത്യമായി ഇല്ല എന്ന് തോമസ് ഐസക് അഫ്സൽ നേരിട്ട് ചോദിച്ച ചോദ്യം, കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേരളത്തിന്റെ സാമ്പത്തിക കഴുത്തിനെ നിങ്ങൾ പിടിച്ചു ഞെരിക്കുന്നതാണ്. മറുപടി അത് വെറും രാഷ്ട്രീയ ആരോപണമാണ്. കാരണം കേരളത്തിന് കൊടുക്കാനുള്ള തുക ധനകാര്യ കമ്മീഷൻ നിശ്ചയിക്കുന്ന തുക കൃത്യമായിട്ട് ഇടപെടരുത്. ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് ആ തുക സംസ്ഥാനത്തിന് കൈമാറുന്നുണ്ട്. നമ്പർ 1. നമ്പർ 2, ഇതിനു വേണ്ടി നമ്മുടെ കേരളത്തിലേക്ക് കേന്ദ്രത്തിന്റെ പണം കണ്ടിട്ടാണോ ഇവിടെ കുടുംബശ്രീയുടെ അമ്മ ഹോട്ടൽ തുടങ്ങി, സബ്സിഡി കൊടുക്കാൻ പറ്റാതെ പൂട്ടി. ഇത് കേന്ദ്രത്തിന്റെ പെർമിഷൻ കൊടുത്തിട്ട് കേന്ദ്രത്തിന്റെ ഫണ്ട് ഇവിടെ നടത്താൻ തീരുമാനിച്ചാണല്ലോ. ഇവിടെ സാധിക്കുന്നില്ല. ഇവിടത്തെ പെൻഷന്റെ കാര്യം, പെൻഷന് വേണ്ടി കേന്ദ്രത്തിന്റെ വീതം നമ്മൾ കൊടുക്കുന്നു, സംസ്ഥാനത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല. എത്ര രൂപ, എത്ര പെൻഷൻ, എത്ര രൂപ വെച്ചിട്ട് കാര്യമില്ല. എത്ര പെൻഷൻ, എത്ര രൂപ നമ്മൾ കൊടുക്കാനുള്ള പണം കൃത്യമായിട്ട് കൊടുക്കുന്നു. എത്ര രൂപ ആ പണം നമ്മുടെ ആളുകൾക്ക് എത്തുന്നുണ്ട്. സംസ്ഥാനത്തിന് വിതരണം ചെയ്യാൻ പറ്റുന്നില്ല. നമ്പർ സംസ്ഥാനത്ത് ഇപ്പൊ വികസന പ്രവർത്തനം നടക്കുന്നുണ്ട്. നിങ്ങൾ നോക്ക്, ഞാൻ നിൽക്കുന്നത് ഈ തീരദേശത്താണ്. എന്റെ കയ്യിൽ ഒരു നോട്ടീസ് ഉണ്ട്. പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം എന്നാണ് ഈ പേര്. ഇതിനകത്ത് ഒരു പ്രധാനമന്ത്രിയുടെയോ കേന്ദ്ര സർക്കാരിന്റെ ഒരു മന്ത്രിയുടെ ഫോട്ടോ ഇല്ല. മുഖ്യമന്ത്രിയുടെ ഫോട്ടോ, MLAയുടെ ഫോട്ടോ, MP യുടെ ഫോട്ടോ ഇവിടെ അടിച്ചു വെച്ചിട്ട് ഇത്തരം വികസന പ്രവർത്തനങ്ങളെല്ലാം കേന്ദ്രത്തിന്റെ 60% പണം ചെലവഴിച്ച് പദ്ധതി മുഴുവൻ കേന്ദ്രത്തിന്റെ പണം കൊടുക്കുക. പ്രധാനമന്ത്രി കൊടുക്കുന്ന, കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം മുഴുവൻ വാങ്ങി സ്വന്തം അക്കൗണ്ടിൽ പെടുത്തുക, സ്വന്തം ഫോട്ടോ അടിച്ചു വെക്കുക. എന്നിട്ട് അതിപ്പോ നടക്കുന്നില്ല. ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട്.
ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്റെ ചേട്ടൻ മൈക്കില്ല, ചേട്ടൻ ആരോടാ ഈ പറയുന്നത്? ഔദാര്യമല്ല, പിണറായിന്റെ ഔദാര്യമല്ലല്ലോ. ആണോ? പിണറായിന്റെ ഔദാര്യാണോ? പിണറായിയുടെ തറവാട്ടിന് കൊടുക്കുന്നതാണോ ഇവിടുത്തെ ഔദാര്യം? സംസ്ഥാനം അല്ലല്ലോ. അപ്പൊ അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. അങ്ങനെ ഇതുവരെ ഇല്ലാത്തൊന്നും വേണ്ട. രണ്ടാള് പറഞ്ഞ കണ്ട അതൊന്നും വേണ്ട. അത് വേറെ ഞാൻ. അപ്പൊ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ജനക്ഷേമ പദ്ധതികൾ, ആ പദ്ധതികൾ ജനങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. മുദ്രാ ബാങ്കിൽ ഏറ്റവും കൂടുതൽ ലോൺ വാങ്ങിയത് മലപ്പുറം ജില്ലയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുദ്രാ ബാങ്ക് ലോൺ വാങ്ങിയത് മലപ്പുറത്തെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരുള്ള മലപ്പുറം ജില്ലയിലാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് കോണിക്ക് കുത്തിക്കോ, രാഷ്ട്രീയമായിട്ട് അരിവാൾ ചുറ്റിക്ക് കുത്തിക്കോ. അങ്ങനെ നിങ്ങളുടെ രാഷ്ട്രീയം കൊണ്ട് നിങ്ങൾ മുടിഞ്ഞു പോയാൽ അതിന് ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനല്ല. മറുപടി കിട്ടാത്ത ആൾക്കാർ പ്രതികരിക്കുന്ന ആരൊക്കെയാ? ഒന്ന് കൈ ഉയർത്തിയല്ലോ. ഇവിടെ ഒരു നിമിഷം സംസാരിച്ചല്ലേ, സംസാരിക്കാൻ ആരാണ്? അതെ, LDFന്റെ നമ്മുടെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. നമ്മുടെ ഇവിടെ പൊന്നാനിലെ സംവിധാനം തന്നെ ജയിക്കുള്ള ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാ കൊച്ചു കുട്ടികൾക്ക് വരെ ആ വിഷയം അറിയാം. പക്ഷെ ഞാൻ ചോദ്യം ചോദിക്കുന്നത് പ്രിയപ്പെട്ട സഖാക്കളോടാണ്. കാരണം അവരോട് നമ്മൾക്ക് സഹതാപമുണ്ട്. കാരണം ഇന്ന് നിങ്ങളുടെ സ്വാതന്ത്ര്യ ചിഹ്നത്തിന് വേണ്ടി മത്സരിക്കുന്ന പാർലമെന്റിൽ നിങ്ങൾ ഔദ്യോഗിക ചിഹ്നത്തിൽ മത്സരിക്കാൻ മലപ്പുറം ജില്ലയിൽ ഒരു CPMന്റെ ആളുകൾക്ക് യോഗ്യത ഇല്ല എന്ന് പറയുമ്പോൾ വളരെയധികം വിഷമവും പ്രയാസവും നേരിടുന്ന സാഹചര്യമാണ് കാണുന്നത്. പിന്നെ ഇവിടെ ജനങ്ങൾക്കൊരു കിറ്റ് കൊടുത്ത് ജനങ്ങളെ വഞ്ചിച്ച് ജനങ്ങളൊരു അവസരം തെണ്ടി നടക്കുകയാണ്. ആ അവസരം പ്രയോജനപ്പെടുത്താനുള്ള സമയമാണിത്. അബ്ദുസ്സമദ് സമദാന് വൻ ഭൂരിപക്ഷത്തോട് വിജയിക്കുമെന്ന് ഞങ്ങൾ പറയുകയാണ്. ഇവിടെ എനിക്ക് ഇടത് പ്രതിനിധിയോടും അതുപോലെ തന്നെ UDFന്റെ പ്രതിനിധിയോടും ചോദിക്കാനുള്ളത്, അതായത് ഈ നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഏക അജണ്ട. അതല്ലാതെ മറ്റൊരു ഭരണം കാഴ്ചവെക്കാനുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതി അവതരിപ്പിക്കാനോ ഒരു പ്രധാനമന്ത്രിയെ ചൂണ്ടിക്കാട്ടാനോ നിങ്ങൾക്ക് സാധിക്കുമോ? അങ്ങനെ നിങ്ങളുടെ കയ്യിലുണ്ടോ? അവിടെ ഒരു ഗവൺമെന്റ് ഒരു നേതാവ് ചോദ്യം പ്രസക്തമാണ്. അഫ്സലെ, നിങ്ങൾ ഇവിടെ നിന്നൊരു MPയെ തെരഞ്ഞെടുത്ത് അയച്ചാൽ പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടി ഒരു MPയെ എന്തിനാണ് നിങ്ങൾ തെരഞ്ഞെടുത്ത് അയക്കുന്നതെന്നാണ് BJPയുടെ ചോദ്യം. പ്രതിപക്ഷത്തിരിക്കാനല്ല ഇത്തവണ തെരഞ്ഞെടുത്ത് അയക്കുന്നത്, BJPയെ വലിച്ച് താഴെയിടാനാണ്. അല്ല, അത് മാത്രമല്ല, പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിച്ചതിനനുസരിച്ചാണെങ്കിൽ വരുന്ന കേരള നിയമസഭയിൽ ഒരു സീറ്റിൽ പോലും BJP മത്സരിക്കൂല എന്ന് കരുതുന്നത്. പ്രതിപക്ഷത്തിരിക്കാനാണെങ്കിൽ അടുത്ത നിയമസഭക്കകത്ത് BJP ഒരു സീറ്റിൽ പോലും മത്സരിക്കരുത്. പ്രതിപക്ഷം പോയിട്ട് ഒരു അക്കൗണ്ട് തുറക്കാൻ പോലും BJP കഴിയില്ല. നിങ്ങൾ പൂട്ടിച്ച CPM ആണെന്ന് കൂടെ ആര് ഓർക്കണം. അല്ല, എനിക്കൊരു നേരത്തെ ഒരു മറുപടി കൂടി പറയേണ്ട. ആദ്യം ഇടതുപക്ഷ പ്രതിനിധികൾ 2 വർഷത്തെ പെൻഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 2 വർഷത്തെ പെൻഷൻ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ PC വിഷ്ണു മറുപടി പറയണത് 2 വർഷമില്ല 18 മാസം കുടിശ്ശിക എടുത്തിട്ടുള്ളൂ. ആ മറുപടി ആരെന്നത് PC വിഷ്ണു എന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ ബാബരി മസ്ജിദ് വിഷയം ബന്ധപ്പെട്ടുള്ള ചോദ്യം ചോദിക്കാനുള്ളത്, ഒന്ന് 1949 ബാബരി മസ്ജിദിനകത്തേക്ക് വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോഴും 87 അതിനകത്തേക്ക് ഇതര മതസ്ഥരെ പ്രവേശിപ്പിക്കുമ്പോഴും 89 അവിടേക്ക് അതേപോലെ തന്നെ ഇതര മതസ്ഥരെ ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കുമ്പോഴും 92 ബാബരിയുടെ മിനാരങ്ങൾ തകർക്കുമ്പോഴും ഇന്ത്യ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. ആ കോൺഗ്രസിനെ എന്ത് വിശ്വാസത്തിലാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്യുന്നത്? ഹാരിസ് മുത്തൂർ പറയണം. 1948 ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഒരു വിഷയമുണ്ടായപ്പോൾ അവിടെ ഒരു വിഗ്രഹമുണ്ട് എന്ന് അവിടുത്തെ മുഖ്യമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ വിളിച്ചു പറഞ്ഞപ്പോൾ അതെടുത്ത് സരയൂ നദിയിലെ രാജീവ് ഗാന്ധി എന്ത് ചെയ്തു? നെഹ്റുവിന്റെ രാജീവ് ഗാന്ധി എന്ത് ചെയ്തു? അതെടുത്ത് രാജീവ് ഗാന്ധി എന്ത് ചെയ്തു? പറഞ്ഞ കോൺഗ്രസ് രാജീവ് ഗാന്ധി എന്ത് ചെയ്തു? രാജീവ് ഗാന്ധി തുറന്നു കൊടുത്തു, നരസിംഹറാവു പൊളിക്കാൻ അനുമതി കൊടുത്തു. എന്താണ് ഈ പൊന്നാനിലെ മത്സരത്തിന്റെ പ്രസക്തി? 2 സ്ഥാനാർത്ഥികളും ഒരു മുന്നണി.
എന്താണ് പിന്നെ മത്സരത്തിന്റെ ആവശ്യം എന്താണ് ഇവിടെ? നിങ്ങൾ ഇവിടുന്ന് രണ്ടുപേരും തമ്മിൽ ചർച്ചയൊക്കെ ചെയ്ത് ഇവിടെ പോയി ഒരുമിച്ച് ഒരു മുന്നണിയല്ലേ? ഇവിടെ നാടകം കളിക്കലും അവിടെ പോയിട്ടുണ്ടെങ്കിൽ ദോസ്ത് ഇവിടെ ഗലാട്ട അല്ലേ? അവിടെ ദോസ്തി. ഞങ്ങൾ നല്ല പരസ്പര വിയോജിപ്പുള്ള രാഷ്ട്രീയ ഈ പാർട്ടികളാണ്. നാട്ടിലുള്ള ജനങ്ങളെ വഞ്ചിക്കുകയല്ല ഇവർ ചെയ്യുന്നത്. ആ വിയോജിപ്പോടുകൂടി ഇവിടെ ഒരു മറുപടി കൂടെ കേട്ടിട്ടില്ല. വിയോജിപ്പ് യു ഡി എഫിന്റെ പ്രതിനിധിയോട് ചോദിക്കാൻ പറഞ്ഞു. ഇവിടെ UDF-ന്റെ ആളും BJP-യുടെ ആളും CPM-ന് BJP-യുമായി ധാരണ നടന്ന് പിന്നെ ലീഗിന്റെ ആൾ പറഞ്ഞു. BJP-കാരൻ പറഞ്ഞു CPM-ഉം ലീഗും ധാരണയാണെന്ന്. എന്നാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് CPM-നെ തോൽപ്പിക്കാൻ വേണ്ടി കോലീബി സഖ്യം നടത്തിയവരാണ് ഇവര്. ഇവിടെ കോലീബി സഖ്യം നടത്തിയ ആൾക്കാരാണ് ഇവർ രണ്ടാളും. ശരി, നമ്മൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലാണ്. അഫ്സൽ 30 seconds, ഹാരിസിനും 30 ആൻഡ് റിവി 30 seconds. മത്സരിക്കുന്ന UDF-ന്റെ സ്ഥാനാർത്ഥി ബഹുഭാഷാ പണ്ഡിതനാണെന്നാണ് അവകാശപ്പെടുന്നത്. ഈ ബഹുഭാഷാ പണ്ഡിതന്റെ ഒരൊറ്റ വീഡിയോ ക്ലിപ്പ് ഈ കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടക്ക് RSS-ഉമായി ഫൈറ്റ് ചെയ്യുന്ന രാഷ്ട്രീയ വീഡിയോ ക്ലിപ്പ് ഇവിടെ പ്രചരിച്ചിട്ടുണ്ടോ? പാർലമെന്റിൽ MP അബ്ദുൽ സമദാനി RSS-ഉമായി ഫൈറ്റ് ചെയ്യുന്ന വീഡിയോ കിട്ടി. എല്ലാം വീഡിയോന്റെ കാലമല്ലേ? എല്ലാ ലോക്സഭയും രാജ്യസഭയും എല്ലാം ലൈവാണ്, എല്ലാവർക്കും അവൈലബിൾ ആണ്. എന്തുകൊണ്ട് RSS-ന് മുഖാമുഖം ഏറ്റുമുട്ടാൻ ലീഗ് തയ്യാറാകുന്നില്ല? ലീഗിന് പരിമിതിയുണ്ട്. അത് പറഞ്ഞത് ലീഗുകാർ തന്നെയാണ്, ശംസുദ്ദീനാണ്. ഒരു പരിമിതി ഞങ്ങൾക്കില്ല. ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കണമെന്ന ലക്ഷ്യവുമായി ഇവിടെ സവർണ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി മെനക്കെടുന്ന BJP-യെ വലിച്ചു താഴെയിടാൻ രാഷ്ട്രീയ സ്ഥൈര്യതയുള്ള MP-യെ ഇവിടുന്ന് വിജയിപ്പിക്കും. അത് ചുറ്റിക അരിവാൾ ലക്ഷത്തിൽ ജയിച്ച KS-ഹംസയായിരിക്കും. 1991 പാർലമെന്റ് പാസാക്കിയ ആരാധനാലയങ്ങളുടെ സംരക്ഷണം എന്ന വിഷയത്തിൽ ഈ 17ാമത്തെ ലോകസഭയിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തി സംസാരിച്ച വ്യക്തിയുടെ പേരാണ് AP അബ്ദുൽ സമദാനി. അതിന്റെ ക്ലിപ്പ് അഫ്സലിന് വേണമെങ്കിൽ ഈ പരിപാടിക്ക് ശേഷം ഞാൻ അയച്ചു തരാം. മറ്റൊന്ന്, നമുക്കറിയാം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും കുഴിച്ചെടുക്കാൻ വേണ്ടി ഖനിയും അല്ലെങ്കിൽ പെട്രോളും കുഴിക്കുന്ന സമയത്ത് പള്ളിയുണ്ടോ അമ്പലമുണ്ടോ എന്ന് സംഘപരിവാർ കുഴിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഇലക്ഷൻ. അതുകൊണ്ട് അവിടെ നേരിടാൻ സംഘപരിവാറിനെ അവിടെ നിന്ന് പുറത്തിറക്കാൻ CPM-നൊന്നും തോണ്ടാൻ പോലും കഴിയില്ല. സ്ഥാനാർത്ഥി അബ്ദുൽ സമദാനി പാർലമെന്റിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. രാമക്ഷേത്രം ഉണ്ടാക്കാൻ വെള്ളി കൊടുത്ത് കോൺഗ്രസ് ആണ്. മൂന്നാം തവണയും കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരുന്നുള്ളത് ഉറപ്പാണ്. ആ കാര്യത്തിൽ തർക്കമില്ല, ഒരു തർക്കമില്ല. അതിനനുകൂലമായി പൊന്നാനിയുടെ വികസനത്തിന് അനുകൂലമായി അതിനുവേണ്ടി കൈപൊക്കാൻ സാധിക്കുന്ന, വികസന പ്രവർത്തന പങ്കാളിയാകാൻ സാധിക്കുന്ന ഒരു പ്രതിനിധിയെ വിജയിപ്പിക്കുകയും നമ്മുടെ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒന്നിച്ച് അണിചേരാനുള്ള ഒരു ദേശീയ ജനാധിപത്യ സംഘത്തിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് സ്ഥാനാർത്ഥിയാണെന്നറിയോ? ആരാന്നറിയോ? ചർച്ച അവസാനിക്കുമ്പോൾ അടുത്ത ഘട്ടത്തിലും ചർച്ചകൾ ഉണ്ടാവും. വീണ്ടും നാളെ കോഴിക്കോട് നിന്നും കണ്ടെത്താം.